ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂസിഷ് ടെക് വ്ലോഗ് ചാനൽ. ന്യൂസിഷ് ടെക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ. ഇത് ഞാനൊരു കുറച്ച് കാലം ഉപയോഗിച്ചിരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു അൺബോക്സ് ചെയ്യുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അത് റീപാക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചില വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളെൻ്റെ കൈമ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു വാച്ച് തന്നെയാണിത്. ഇത് ഹോംടെൽ എന്ന പേരുള്ള ഒരു കമ്പനിയുടെ വാച്ചാണ്. മോഡൽ എന്ന് പറയുന്നത് HM66 മാക്സ് എന്നൊരു മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാതെ നമ്മുടെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ പ്രൊഡക്റ്റ് ഒരു ഗിഫ്റ്റായി കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഇങ്ങനെയുള്ള ഒരു കമ്പനിയിലുള്ള ഒരു സ്മാർട്ട് വാച്ച് കൂടി ഉണ്ട് എന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ച് ഇത്തരത്തിലാണ് നമ്മുടെ ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്മാർട്ട് വാച്ചിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 1.39 ഇഞ്ച് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബാറ്ററി വരുന്നത് ഒരു 300 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് സ്മാർട്ട് വാച്ചിൻ്റെ സ്റ്റോറേജ് ആണ്. ഒരു 256 MB സ്റ്റോറേജേ വരുന്നുള്ളൂ ഈ സ്മാർട്ട് വാച്ചിന്. ഇനി ഈ ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ചാർജിങ് കേബിൾ. ഒരു വശത്ത് ടൈപ്പ് A USB വരുന്ന ടൈപ്പാണിത്. മറുവശത്ത് ഒരു വയർലെസ് ചാർജ് ചെയ്യുന്ന ഒരു സെറ്റപ്പോട് കൂടിയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പാണ്. ഇതൊരു ചെയിൻ ടൈപ്പ് സ്ട്രാപ്പാണ്. 2 സ്ട്രാപ്പ് വരുന്നുണ്ട്. ഒരു സിലിക്കോൺ ടൈപ്പ് സ്ട്രാപ്പും വരുന്നുണ്ട്. അത് നമുക്ക് കാണാം. ഇത് ഇത്തരത്തിൽ വരുന്ന ഒരു ചെയിൻ ടൈപ്പാണ് കാണുന്നത് നമുക്ക്. അപ്പോൾ ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് അതിൻ്റെ പുറത്ത് നമുക്ക് ലാമിനേഷൻ ചെയ്ത കവറുകളൊക്കെ കാണാം. അപ്പോൾ ഈ ടൈപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിലോട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. സ്മാർട്ട് വാച്ച് കണക്ട് ചെയ്യുന്ന പിന്നിന് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ലിവർ നമുക്ക് കാണാം. അതിൽ ജസ്റ്റ് ഒരു ബാൻഡ് മാതിരി നമുക്കൊന്ന് നീക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിലോട്ട് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ചെയിനിൻ്റെ പിന്നുകൾ അവർ കൊടുത്തിട്ടുള്ളത്. അത് ഈ സ്മാർട്ട് വാച്ച് അല്ല, വേറെ പല വാച്ചുകൾക്കും വരുന്നുണ്ട്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ സ്ട്രാപ്പ്. ഇതൊരു റബ്ബർ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പാണ്. നല്ല ഫ്ലെക്സിബിളാണ് ഈ സാധനം. ഇത് കുറേ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഹാർഡ് ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല. ഒരു സിലിക്കോൺ മിക്സിങ്ങോട് കൂടി വരുന്ന ഒരു സ്ട്രാപ്പാണ് സംഭവം. അപ്പോൾ ഇതിനും അതുപോലത്തെ പിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആ ലിവറിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നീക്കി കഴിഞ്ഞാൽ ആ പിന്ന് അകത്തോട്ട് തള്ളി പോകുന്നതായിട്ട് കാണാം. അങ്ങനെ അത് വലിച്ചുകൊണ്ടാണ് നമുക്കത് സ്മാർട്ട് വാച്ചിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ബോക്സിനകത്ത് വരുന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് എന്താണെന്ന് വലിയ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഇത് എന്ത് പർപ്പസിനാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കണത് എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പിന്നു മാതിരിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ സൈഡിൽ. അതിനിപ്പോൾ ആ ചെയിനിൽ നിന്ന് അതിൻ്റെ കണ്ണി കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റമാണോ എന്താണെന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമുക്ക് വലിയൊരു ഐഡിയ കിട്ടാത്തത്. പിന്നെ നമുക്ക് നമ്മുടെ ബോക്സിനകത്ത് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു യൂസർ മാനുവലാണ്. ഒരു വശത്ത് ഇംഗ്ലീഷിലും മറുവശത്ത് ചൈനീസ് ഭാഷയിലുമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സിന് അകത്ത് വരുന്ന ഐറ്റംസുകൾ കേട്ടോ.
സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ സ്മാർട്ട് വാച്ചിലോട്ട് നമ്മുടെ സ്ട്രാപ്പ് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ സ്ട്രാപ്പിൻ്റെ പിന്നിൻ്റെ ഒരു വശം, അതായത് ആ കുഞ്ഞു ലിവർ കാണാൻ നമുക്ക്, അത് അല്ലാത്ത ഭാഗം നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ആ ഒരു ഹോൾസിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ലിവർ ഭാഗം ജസ്റ്റ് ബാക്കോട്ടൊന്ന് വലിച്ചു വിട്ട് കൊടുത്താൽ നമ്മുടെ സ്ട്രാപ്പ് ഇതിലോട്ട് ലോക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് ഓൺ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മുടെ സ്മാർട്ട് വാച്ചിന് 3 ബട്ടൺ കാണാം. ആ 3 ബട്ടണിൽ ഒരു വശത്ത് ഒരു ബട്ടൺ മാത്രമായിട്ട് കാണുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ സ്മാർട്ട് വാച്ച് ഓൺ ആവുന്നതാണ്. ഈ കാണുന്ന വാച്ച് ഫേസ് ഒക്കെ അതിൽ ഡീഫോൾട്ടായിട്ടുള്ളതാണ്, നമ്മൾ സെപ്പറേറ്റ് ചെയ്തതൊന്നുമല്ല. വാച്ച് വരുമ്പോൾ ഓൾറെഡി അതിലുള്ള ഒരു ഡീഫോൾട്ടായിട്ട് കാണുന്ന ഒരു വാച്ച് ഫേസ് ആണ് ഈ കാണുന്നത്. ഈ സ്മാർട്ട് വാച്ചിൻ്റെ മറുവശത്ത് 2 ബട്ടൺ കാണാം. അതിൽ വലുതായിട്ട് കാണുന്ന ആ ഒരു ബട്ടൺ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാവുന്നത്. അപ്പോൾ ഈ കാണുന്ന വാച്ച് ഫേസ്, ഈ ഫോട്ടോ നമ്മൾ മൊബൈൽ വഴി ഇവരുടെ സോഫ്റ്റ്വെയർ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ഈ സ്മാർട്ട് വാച്ചിൽ ഡീഫോൾട്ടായിട്ട് വരുന്നത് 3-4 വാച്ച് ഫേസ് ഓൾറെഡി ഇതിൽ വരുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഇവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വാച്ച് ഫേസ് അതിലുണ്ട്. അതിൽ കുറേയൊക്കെ പെയ്ഡാണ്. പിന്നെ നമുക്ക് പെയ്ഡ് അല്ലാതെ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് ഇതിലോട്ട് ചെയ്ത് അതും നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ കാണുന്ന 3 ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 ബട്ടണിൽ നമുക്ക് ഈ കാണുന്ന ഒരു ബട്ടൺ മാത്രമേ റൊട്ടേഷൻ ചെയ്ത് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ബട്ടൺസിലൊന്നും റൊട്ടേഷൻ ഇല്ല, പ്രസ്സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വലുതായി കാണുന്ന ബട്ടണാണ് ഇതിൻ്റെ മെയിൻ ബട്ടൺ എന്ന് പറയുന്നത്. വാച്ചിൻ്റെ സെറ്റിങ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാക്കോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ബട്ടൺ, നമ്മൾ വാച്ച് പവർ ഓൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടണാണ് ഇതിൻ്റെ ബാക്ക് ബട്ടണായിട്ട് വരുന്നത്. അത് പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഹോമിലോട്ട് വരേണ്ടത്. അത് ബാക്കോട്ട് വരാൻ നമുക്ക് പവർ ബട്ടണാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓണാക്കി വെച്ചിട്ടുള്ള ഓരോ ഓപ്ഷനും ബാക്കോട്ട് വരുന്നതായിരിക്കും. ഇനി ഈ കാണുന്ന റേസ് ടു വേക്കപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ വാച്ച് കെട്ടിയിരിക്കുന്ന സമയത്ത് സമയം നോക്കാൻ വേണ്ടി നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ജസ്റ്റ് ഒന്ന് തിരിക്കുമല്ലോ നമ്മൾ, ആ സമയത്ത് മാത്രമേ ഡിസ്പ്ലേ ഓൺ ആവുള്ളൂ. ഇത്തരത്തിൽ നമ്മൾ സമയം നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആവും. പിന്നീട് സഡൻലി അത് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ സംഭവം ഓൺ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി പെട്ടെന്ന് തീരുന്നത് ഒന്ന് ഒഴിവാക്കാം. നമുക്ക് വേണ്ട ഏതെങ്കിലും ഓപ്ഷൻ നമ്മൾ ഇതിൻ്റെ ബട്ടൺ വഴി സെലക്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ടാണ് അത് ഓക്കെ ആക്കേണ്ടത്. ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. അത് ഓൺ ഓഫ് ആക്കാൻ ബട്ടൺസ് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടാണ് ആ ഒരു സംഭവം ചെയ്യേണ്ടത്. ഇനി നമ്മുടെ സ്മാർട്ട് വാച്ച് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ആക്കാൻ ഉപയോഗിച്ച ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ പവർ ബട്ടൻ്റെ ഒരു ഐക്കൺ മുകളിൽ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ വരും. ഇതിൽ നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്താലാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ഓഫ് ആവുന്നത്.
ഇനി നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററി ബാക്കപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടൻ്റെ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ബാറ്ററി ഉള്ളത് എന്നുള്ളത്. ഇത്തരത്തിലൊന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് കാണാൻ കഴിയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഫോണിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു ഡയൽ പാഡാണ്. ഇതുപയോഗിച്ച് നമുക്ക് നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് മാറ്റിയതിന് ശേഷം നമ്മുടെ ഒരു ചെയിൻ ടൈപ്പ് സ്ട്രാപ്പും കൂടി ഉണ്ടല്ലോ, അതും കൂടി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് കെട്ടി നോക്കാം. എങ്ങനെ അതിൻ്റെ ലുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് നമുക്ക് കൂടെ കിട്ടിയ ഇതിൻ്റെ വയർലെസ് ചാർജിങ് കേബിൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിലോട്ട് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്കിൽ നമ്മളെ USB കണക്ട് ചെയ്തതിന് ശേഷം ഈ കേബിളിൽ നമ്മൾ ഈ വയർലെസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, വൈറ്റ് റൗണ്ട് ഭാഗം, അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കൂടി ഉണ്ട് കേട്ടോ, ഇൻഡിക്കേഷൻ. അതിലോട്ട് പവർ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷനും കൂടി ഉണ്ട്, ഒരു ഗ്രീൻ ലൈറ്റ്. അപ്പോൾ ഇതാണ് രണ്ട് വശമാണ്. അതിൽ കർവായിട്ടൊരു ഭാഗം ഉണ്ടാവും. ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടും ഒരു ഭാഗം ജസ്റ്റ് ഒരു കർവായിട്ടും കാണാം. ഈ കർവായിട്ടുള്ള ഭാഗമാണ് നമ്മൾ അപ്പ്, അതായത് നമ്മൾ സ്മാർട്ട് വാച്ച് വെക്കേണ്ട ഭാഗം അതാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മുടെ സ്മാർട്ട് വാച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് വാച്ച് ചാർജ് ആവുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഈ വാച്ചിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 10 days ആണ് കമ്പനി അതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഒരു സമയം നോക്കാനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ബ്ലൂടൂത്ത് ഒന്നും ഓൺ ചെയ്യാതെ ടൈം നോക്കുന്ന പർപ്പസിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 8 ദിവസം വരെ ഒരു ബാക്കപ്പ് എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു സോങ്ങൊക്കെ പ്ലേ ചെയ്ത് മറ്റേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കോളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 days ബാക്കപ്പൊക്കെ നമുക്കിതിന് കിട്ടുന്നുള്ളൂ. പിന്നെ ഈ വാച്ചിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്കിത് ഒരു ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റാണ് എന്ന് പറയാൻ വയ്യ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ബാറ്ററി ബാക്കപ്പും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബിൽഡ്, അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ അടിപൊളി ഐറ്റംസ് ആണ്. അതൊക്കെ അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. വാച്ചിൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ടച്ചിങ് ഒക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയുന്നുണ്ട്. ടച്ചൊക്കെ അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഒരു IP67 വാട്ടർ പ്രൂഫ് കൂടിയാണ്.
അതുകൊണ്ട് ചെറുതായിട്ട് മഴ നനഞ്ഞ് കഴിഞ്ഞാലൊന്നും നമ്മുടെ വാച്ച് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയില്ല. ഈ സ്മാർട്ട് വാച്ചിൻ്റെ കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിചയമില്ലാത്തൊരു കമ്പനിയാണ് ഈ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ അവർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ലാത്തൊരു സാധനം തന്നെയാണ്. ഹോംടെൽ എന്ന് പറയുന്ന കമ്പനി ഇതുവരെ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ സ്മാർട്ട് വാച്ചിനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. വിയർ ഫിറ്റ് എന്നുള്ള പേരിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. ഇത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതിലൂടെ നമുക്ക് നമ്മുടെ വാച്ച് ഫേസ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ താഴെ കാണാൻ ഏറ്റവും താഴെ മീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇവിടെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ കസ്റ്റമൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ആൽബം ഡയൽ എന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് എത്താവുന്നതാണ്. ആ ഗാലറി നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നമുക്ക് വാച്ച് ഫേസ് ആയി ഉപയോഗിക്കേണ്ടത് അത് ഇത്തരത്തിൽ നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഈ റൗണ്ടിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വാച്ചിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ സംഭവമൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ബ്ലൂടൂത്തായി പെയർ ചെയ്ത് കണക്ട് ചെയ്ത് വെക്കണം. ഒരു പ്രാവശ്യം നമുക്ക് പെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നീട് നമ്മൾ ബ്ലൂടൂത്ത് എപ്പോൾ ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാച്ചായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഡയൽ പാഡ് ഉപയോഗിച്ച് നമുക്ക് ആർക്കെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് ആർക്കെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്ഷൻ കാണാം. ഇത് വാച്ചിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്താൽ ഈ ഓപ്ഷൻ വരും. എന്നിട്ട് ഈ യെല്ലോ കളറിൽ കാണുന്ന ബ്ലൂടൂത്ത് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് അത് ഓൺ ആക്കിയിട്ടാലാണ് നമുക്ക് കീപാഡ് ഉപയോഗിച്ച് നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്യാനും പിന്നെ MP3 സോങ്, അതായത് ഫോണിലുള്ള സോങ് നമുക്ക് വാച്ചിലോട്ട് പ്ലേ ചെയ്ത് കേൾക്കാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഫോണിലുള്ള മ്യൂസിക് നമ്മുടെ വാച്ചിലെ സ്പീക്കറിലോട്ട് കണക്ട് ചെയ്ത് മ്യൂസിക് കേൾക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനൊരു കോപ്പിറൈറ്റ് ഇല്ലാത്ത ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു മ്യൂസിക്കാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേൾക്കുന്നത് വാച്ചിൻ്റെ സ്പീക്കർ വഴിയാണ്. ഈ സൈഡിലായിട്ടാണ് ഈ വാച്ചിൻ്റെ സ്പീക്കർ വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ലൗഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ സൗണ്ടൊന്നുമില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മളെ സ്മാർട്ട് വാച്ച് വിശേഷങ്ങൾ. വീണ്ടും കാണാം പുതിയൊരു വീഡിയോസുമായി. അതുവരെയും ന്യൂസ് ടെക് വ്ലോഗ് സൈനിങ് ഓഫ്.